വന്ദേമാതരം എന്ന ആശയം തന്നെ മദർ ഇന്ത്യ എന്ന ആശയം തന്നെ ബ്രിട്ടാനിക്കയിൽ നിന്ന് കൺസീവ് ചെയ്തതാണ്. അതിന് ഉപോത്ബലകമായ ഒരു ബംഗാളി കവിത ആനന്ദമഠത്തിൽ നിന്ന് എടുത്തു എന്നേ ഉള്ളൂ. ബ്രിട്ടാനിക്ക എന്ന് പറഞ്ഞാൽ അന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഒരു സ്ത്രീയായി, ഒരു സ്ത്രീ രൂപമായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഭാവനയാണ് ബ്രിട്ടാനിക്ക. അതിൽ നിന്നാണ് മദർ ഇന്ത്യ കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ മദർ ഇന്ത്യ കൺസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ഈ മദർ ഇന്ത്യയെക്കുറിച്ചുള്ള ധാരാളം ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നു. ഗവർണറുടെ ആ വിവാദം ഉണ്ടല്ലോ, കേരളത്തിലെ രാജ്ഭവനിൽ ഗവർണറുടെ വിവാദ കാലത്ത് എന്താണ് ഈ മദർ ഇന്ത്യ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടന്നു. യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള മദർ ഇന്ത്യ ഉണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്ന RSS പ്രചരിപ്പിക്കുന്ന ഒരു ഇന്ത്യയുടെ ഭൂപടവും അതിലൊരു സ്ത്രീ, സാരി ഉടുത്ത സ്ത്രീ ഒരു കാവിക്കുടി പിടിച്ച് നിൽക്കുന്ന, അതല്ല യഥാർത്ഥത്തിൽ മദർ ഇന്ത്യ. അതിന് മുമ്പ് പല മദർ ഇന്ത്യകളും വന്നിട്ടുണ്ട്. ഇത് RSSൻ്റെ മദർ ഇന്ത്യയാണ്. അപ്പോൾ വന്ദേമാതരം എന്ന ആശയം തന്നെ, മദർ ഇന്ത്യ എന്ന ആശയം തന്നെ ബ്രിട്ടാനിക്കയിൽ നിന്ന് കൺസീവ് ചെയ്തതാണ്. അതിന് ഉപോത്ബലകമായ ഒരു ബംഗാളി കവിത ആനന്ദമഠത്തിൽ നിന്ന് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ദേശീയഗാനമാക്കണമെന്നുള്ള ചർച്ച വരുമ്പോൾ, കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ചർച്ച വരുമ്പോൾ അന്ന് പലരും ഇതിനെ എതിർക്കുന്നു. ഉദാഹരണത്തിന് മൗലാന അബുൽ കലാം ആസാദ് ഉൾപ്പെടെയുള്ളത് എതിർക്കുന്നു. കാരണം ഇത് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വരികളല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ദേശീയഗാനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവുന്ന വരികളാവണമല്ലോ. അപ്പോൾ അതേക്കുറിച്ച്, കാരണം നെഹ്റുവിന് ഇതേക്കുറിച്ച് അറിയില്ലായിരുന്നു. നെഹ്റു അദ്ദേഹത്തിന് ഈ ആനന്ദമഠത്തെക്കുറിച്ചോ ഈ ഗാനം കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതിൻ്റെ കൺസെപ്റ്റ്, ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപ്പോൾ അതിൽ വിശദീകരണം ചോദിച്ചുകൊണ്ടാണ് രവീന്ദ്രനാഥ് ടാഗോറിനും സുഭാഷ് ചന്ദ്രബോസിനും കത്തെഴുതുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ വ്യക്തിപരമായി അത് മുഴുവനായി ഉപയോഗിക്കണമെന്ന അഭിപ്രായക്കാരനാണ്. കാരണം അദ്ദേഹം അത് പൊളിറ്റിക്കലായിട്ടല്ല കാണുന്നത്, അതൊരു കവിയുടെ, ഒരു എഴുത്തുകാരൻ്റെ അവകാശമാണ് അത് പൂർണ്ണമായ രൂപത്തിൽ അംഗീകരിക്കപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് അത് മുറിച്ച് മാറ്റുന്നതിന്, ഏതെങ്കിലും വരികൾ മാറ്റുന്നതിനോട് അദ്ദേഹത്തിന് എതിർപ്പായിരുന്നു. പക്ഷേ നെഹ്റു ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഇത് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ സ്വീകരിക്കുന്ന ഒന്നായി മാറണമല്ലോ. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം ഉപയോഗിക്കാം എന്ന നെഹ്റുവിൻ്റെ ആ സജഷൻ രവീന്ദ്രനാഥ് ടാഗോറിന് സ്വീകാര്യമായിരുന്നു. അങ്ങ് ഇതിൻ്റെ പൊളിറ്റിക്കൽ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വിശദീകരിച്ച് തന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ച് മറുപടി എഴുതുന്നത്. സുഭാഷ് ചന്ദ്രബോസ് അഭിപ്രായക്കാരനാണ്. അപ്പോൾ ഇവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നെഹ്റു അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഈ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് മോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ പ്രസംഗിക്കുന്നത് എന്താണ്, ഇങ്ങനെ പറഞ്ഞപ്പോൾ നെഹ്റു അങ്ങനെ കത്തെഴുതി ഇത് മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞ് രവീന്ദ്രനാഥ് ടാഗോറിന് കത്തെഴുതി എന്ന് പറഞ്ഞ് ഇതിനെ ഡിസ്റ്റോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് BJP ചെയ്യുന്നതാണ്, BJP തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെയ്യുന്നതാണ്.